അധിനിവേശ ശക്തികളുടെയും പിടിയിലമർന്ന പലസ്തീൻ ജനതയ്ക്ക് സർവശക്തനായ അള്ളാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊരു ഭാഗത്തു നിന്നും അർഹമായ സഹായം ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇത്തരത്തിൽ നാം സ്മരിക്കേണ്ടതുണ്ട്. പലസ്തീനിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുവരുന്ന ഇസ്രയേൽ നടത്തിവരുന്ന നരനായാട്ട് ഇങ്ങനെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയമുള്ളവരെ, ആളുകൾ വരെയുള്ള ഏതാണ്ട് എണ്ണമുള്ളധികം മനുഷ്യാത്മാക്കളെ ഒരു കാരണവും കൂടാതെ നിഷ്ഠൂരമായി പൈശാചികമായി ആരും കൊല ചെയ്യപ്പെട്ട വർഗീയ ഫാസിസ്റ്റുകള് സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശത്തിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന UN രക്ഷാസമിതിയെപ്പോലും നാം സമീപിച്ചിട്ടുണ്ട്. അമേരിക്ക എന്ന കാട്ടാള രാജ്യം ആ പ്രമേയത്തിന് പോലും അനുകൂലമായി നിൽക്കാതെ പ്രതിഷേധ സൂചകമായി വിട്ടുമാറി നിന്നുകൊണ്ട് ഇസ്രയേലിൽ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്ന ആഗോള പ്രതിഭാസം ഇവിടെ നിലനിൽക്കുകയാണ്. സംഹാര താണ്ഡവത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിലെ ധീരരായ ദേശ അഭിമാനികൾക്ക് ആദരാജ്ഞലികളും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നാം മുക്കാലി ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വളരെ ചെറുതെങ്കിലും അതിശക്തമായ നമ്മുടെ പ്രതിഷേധവും ശക്തമായ പിന്തുണ പലസ്തീൻ ജനതയ്ക്ക് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനകളില് ഓർമ്മകളില് പലസ്തീന്റെ മോചനവും പലസ്തീൻ മക്കളുടെ വിമോചനവും എക്കാലത്തും നിലനിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ധീരതോത്തമായി അടരാടുന്ന ആ മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ബഹുമാന്യനായ ഇമാം ദ്വാ ചെയ്യുന്നു. ആ ദ്വായിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. പലസ്തീൻ മക്കൾക്ക് മുക്കാലി മുസ്ലിം ജമാഅത്തിന്റെ ശക്തമായ ഐക്യദാർഢ്യം ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. സാമ്രാജ്യത്തിന്റെ ഭീകരതയിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ.